അങ്ങനെ ഗ്രാൻഡ് പായുടെ അടുത്ത് നിന്ന് സപ്പോർട്ട് സെൻ്ററിൻ്റെ അഡ്രസ്സ് കിട്ടിയ ദാമി ദോഹ്യൂക്കിൻ്റെ കൂടെ അഡ്രസ്സിലേക്ക് പുറപ്പെടുകയാണ്. പോകുന്ന വഴി ജിൻമോയുടെ കുറേ ആൾക്കാർ വന്നിട്ട് അവരുടെ ആ യാത്ര തടസ്സപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. ദോഹ്യൂക്ക് ദാമിയോട് അവിടുന്ന് ഓടിപ്പോകാൻ പറഞ്ഞിട്ട് അവരോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ സമയത്ത് ദോഹ്യൂക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാതിരിക്കാനായിട്ട് ദോഹ്യൂക്കിനോട് ജിൻമ പറയാണ്, നിൻ്റെ അമ്മയും അനിയനും എൻ്റെ അടുത്തുണ്ട്, അവരെ നിനക്ക് ജീവനോടെ കാണണമെന്നുണ്ടെങ്കിൽ അടങ്ങിയിരുന്നോ എന്ന് പറയാണ്. ഈ സമയത്ത് നമ്മൾ ആ സപ്പോർട്ട് സെൻറ്ററിൽ എത്തിച്ചേർന്ന ദാമിയാണ് കാണിക്കുന്നത്. അവിടെ എത്തിയിട്ട് ദാമി അവളുടെ ഭാഗം വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതുവരെ അവളുടെ മേലെ എന്തൊക്കെ കുറ്റങ്ങൾ വന്നിട്ടുണ്ടോ അതൊക്കെ തെറ്റാണെന്നും ചെയ്ത ആൾക്കാർ ആരൊക്കെയാണെന്നും ഒക്കെ അവൾ അവിടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ അനുഭവിച്ച വേദന അവരും അനുഭവിക്കണം എന്ന് അവിടെ ഇരുന്ന് സങ്കടപ്പെട്ട് പറയാണ് ദാമി. അടുത്ത സീനിൽ എവിടെയോ പോകാനായിട്ട് ഇറങ്ങുന്ന റാഹിയാണ് കാണിക്കുന്നത്. കാറിൽ കയറിയപ്പോൾ അവൾ ശ്രദ്ധിക്കണം അവളുടെ കാറിൽ മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു. അത് മറ്റാരും ആയിരുന്നില്ല, സ്കാർലറ്റ് ലെറ്ററിൽ യോങ്ജു ആയിരുന്നു. യോങ്ജു അവിടെ വന്നത് റാഹിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിട്ടായിരുന്നു. അവന് $1 മില്യൺ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ റാഹി ദാമിയുടെ ബർത്ത് മദർ ആണെന്നുള്ള കാര്യം ഞാൻ എല്ലാവരുടെ അടുത്തും അറിയിക്കും എന്ന് പറഞ്ഞിട്ട് ദാമിയും റാഹിയുമായിട്ടുള്ളൊരു ഫുട്ടേജ് കാണിച്ചു കൊടുക്കുകയാണ് യോങ്ജു. ദാമിയുടെ പബ്ലിക് ഇമേജ് ഇപ്പം വളരെ മോശമായതുകൊണ്ട് തന്നെ ദാമിയുടെ റിലേറ്റീവ് ആണെന്ന് പോലും പറയാനായിട്ട് സാധിക്കാത്ത റാഹി ദാമിയുടെ ബർത്ത് മദർ ആണെന്നുള്ള കാര്യം ന്യൂസിൽ വന്നു കഴിഞ്ഞാൽ അവളുടെ കമ്പനിയിലും അവളുടെ ബിസിനസ്സിലും അത് വല്ലാണ്ട് ബാധിക്കുമെന്ന് അറിയാവുന്ന റാഹി ഈ സമയത്ത് വളരെയധികം നെർവസ് ആവുകയാണ്. പറഞ്ഞ പൈസ പറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നീ ദാമിയുടെ ബർത്ത് മദർ ആണെന്നും അവളെ കുഞ്ഞിലെ നീ ഉപേക്ഷിച്ചതാണെന്നും ഒക്കെ ഞാൻ എൻ്റെ ചാനലിലൂടെ മറ്റുള്ളവരെ അറിയിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് യോങ്ജു അവിടുന്ന് പോവാണ്. മിസ് ഗോയുടെ മൊബൈലിലേക്ക് ദാമിയുടെ ഒരു മെസ്സേജ് വരുന്നതായിട്ടാണ് അടുത്തതായിട്ട് കാണിക്കുന്നത്. ആ മെസ്സേജിൽ എങ്ങനെയായിരുന്നു, നിങ്ങൾക്കൊരു ടീച്ചറായി തന്നെ തുടരാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി 7 മണിക്ക് സോളിലെ കൾച്ചറൽ സെൻറ്ററിലേക്ക് വരിക എന്നായിരുന്നു. ഈ മെസ്സേജ് കണ്ടതും മിസ് ഗോ ചെറുതായിട്ടൊന്ന് ടെൻസ്ഡ് ആവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഡോക്ടർ ഛായയാണ്. അവർക്ക് വരുന്ന മെസ്സേജ് ഇങ്ങനെയാണ്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടേഴ്സ് ലൈസൻസ് കളയാതെ തുടരണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് 7 മണിയാകുമ്പം വരിക എന്നായിരുന്നു. പിന്നെ മോനിക്ക് വരുന്ന മെസ്സേജാണ് കാണുന്നത്, എനിക്കറിയാം നീ ഡീൽ വെച്ചിരിക്കുന്ന ജിൻമോ ആയിട്ടാണ് എന്നായിരുന്നു ദാമിയുടെ മെസ്സേജ്. പിന്നെ വരുന്നത് റാഹിയുടെ മൊബൈലിലേക്കാണ്. സത്യം തുറന്നു പറയാനുള്ള നിങ്ങളുടെ അവസാനത്തെ അവസരമാണിത്. പറഞ്ഞ സ്ഥലത്തേക്ക് പറഞ്ഞ സമയത്ത് നിങ്ങൾ എത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പണ്ട് ഉപേക്ഷിച്ചതാണെന്നും ഇപ്പോൾ ഉപദ്രവിക്കുന്നുണ്ടെന്നും ഒക്കെ ഞാൻ ഈ ലോകത്തോട് മൊത്തം വിളിച്ച് പറയും എന്നായിരുന്നു റാഹിക്ക് കിട്ടിയ മെസ്സേജ്. കൂടാതെ സ്കാർലറ്റ് ലെറ്ററിൻ്റെ ലൈവ് വീഡിയോയിൽ കമൻ്റായിട്ടും അവരോട് അവിടെ എത്തിച്ചേരാനായിട്ട് ദാമി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത സീനിൽ ദോഹ്യൂക്കിനെ അവൻ്റെ അമ്മയും അനിയനെയും പിടിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്ന ജിൻമയാണ് കാണിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാം ഭംഗി അവനെ സഹായിച്ച അതേ ഭംഗി തന്നെ ആയിരുന്നു അവൻ്റെ അമ്മയും അനിയനെയും അവിടെ പിടിച്ചു കെട്ടി കൊണ്ടിരുത്തിയിരുന്നത്. സത്യത്തിൽ അവൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നതാണ്. ആ ബാറിലുണ്ടായിരുന്ന അവളുടെ പ്രിയപ്പെട്ടവരെ വെച്ച് ജിൻമോ ബ്ലാക്ക്മെയിൽ ചെയ്തതായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ ഞാൻ കൊന്നുകളയുമെന്ന് പറഞ്ഞ് ജിൻമോ ഭംഗിയെ കൊണ്ട് ഇതൊക്കെ ബ്ലാക്ക്മെയിൽ ചെയ്തിപ്പിച്ച് ചെയ്യിപ്പിക്കുകയായിരുന്നു. ഭംഗി ദോഹ്യൂക്കിനോട് പറയാണ്, ഞാനിതൊക്കെ ചെയ്യുന്നത് കങ്ങ് പറഞ്ഞിട്ടാണ്. കങ്ങ് നിന്നെ അവിടുന്ന് റിലീസ് ചെയ്ത് തന്നെ നിൻ്റെ അമ്മയും അനിയനും നിൻ്റെ കൺമുന്നിലിരുന്ന് മരിക്കുന്നത് നിന്നെ കാണിച്ചു തരാനായിട്ടാണ്. ഇങ്ങനെയൊക്കെ ഭംഗിയെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ദോഹ്യൂക്കിനെ കങ്ങിനെതിരെ തിരിക്കാനായിരുന്നു ജിൻമോയുടെ പ്ലാൻ. ജിൻമോ പറയാണ്, നീ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യണം, നീ കോടതി ചെന്നിട്ട് കങ്ങിനെതിരെ മൊഴി പറയണം. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിനക്ക് ഒരു രീതിയിലും ഒരു കുഴപ്പവും വരാതെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. നിനക്ക് നല്ലൊരു ലോയറിനെ തന്നെ ഞാൻ അപ്പോയിൻറ്റ് ചെയ്യും. ആ സമയം ജിൻമോയ്ക്ക് ഹൻമോനയുടെ കോള് വരികയാണ്. ഹൻമോനയുടെ കാര്യത്തിൽ ജിൻമോയ്ക്കുള്ള പങ്ക് ദാമിക്ക് അറിയാമെന്ന് പറഞ്ഞ് അവൾ മെസ്സേജ് ഇട്ടിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഹൻമോനെ ജിൻമോയെ വിളിച്ചത്. അടുത്ത സീനിൽ റാഹിയാണ് കാണിക്കുന്നത്. പൈസ തരണമെന്ന് പറഞ്ഞിട്ട് പോയ യോങ്ജു പൈസ റെഡിയായതിനു ശേഷം എന്നെ ഈ നമ്പറിൽ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് അവരുടെ കാർഡ് കൊടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. ദാമിയുടെ ഈ ഒരു മെസ്സേജ് വന്നതിന് ശേഷം അവർക്ക് പൈസ കൊടുക്കാനായിട്ട് തന്നെ തീരുമാനിക്കുകയാണ് റാഹി. നേരെ ആ നമ്പറിൽ വിളിച്ചിട്ട് യോങ്ജുനായിട്ട് കോൺടാക്റ്റ് ചെയ്യാണ്. എൻ്റെ വഴിയിൽ നിന്ന് ദാമി എന്ന തടസ്സത്തെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടതിലും കൂടുതൽ പൈസ ഞാൻ നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്. ഇനി അങ്ങനെ ചെയ്യാനായിട്ട് അവളെ കൊല്ലേണ്ടി വന്നാലും എനിക്കതിന് ഒരു പ്രശ്നവുമില്ല എന്ന് വലിയ മടിയൊന്നുമില്ലാതെ റാഹി പറയാണ്. സ്വന്തം മകളെ കൊല്ലുന്ന കാര്യമാണ് ഈ പറയുന്നതെന്നും കൂടി ഓർത്തോണേ. അടുത്ത സീനിൽ ജയിലിൽ കിടന്ന മിസ്റ്റർ ലീയെ ഡിറ്റക്റ്റീവ് നാം അവിടുന്ന് പറഞ്ഞു വിടുന്നതിൻ്റെ കൂടെ മിസ്റ്റർ ലീക്ക് അയാളൊരു ഡ്രിങ്ക് കുടിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതേ ഡിറ്റക്റ്റീവ് നാം തന്നെയായിരുന്നു മിസ്സസ് ലീ ഉണ്ടായിരുന്ന സമയത്ത് വീട്ടിലേക്ക് ചെന്നത്, ദോഹ്യൂക്കിനെ അന്വേഷിക്കാനാണെന്നും പറഞ്ഞ്. ആ ഒരു ഡ്രിങ്ക് കുടിച്ച ഉടനെ തന്നെ മിസ്റ്റർ ലീ പോലീസ് സ്റ്റേഷൻ്റെ പുറത്ത് ബോധം കെട്ടി വീഴുകയാണ്. ആ സമയത്ത് മറ്റൊരാൾ ഒരു കാറിൽ വന്നിട്ട് മിസ്റ്റർ ലീ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവാണ്. പിന്നീട് രാത്രി 7 മണിയായ ശേഷം ആ ഒരു സോൾ കൾച്ചറൽ സെൻറ്ററിലെ സീനാണ് നമ്മൾ കാണിക്കുന്നത്.
അവിടെ ദാമി മെസ്സേജ് അയച്ച എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. കൂടാതെ സ്കാർലറ്റ് ലെറ്ററിൻ്റെ ലൈവ് ഷോയിൽ ചെന്ന് കമൻറ്റ് ഇട്ടതുകൊണ്ട് തന്നെ വേറെയും അധികം ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ദാമിയെ അന്വേഷിച്ചു വന്ന മിസ്സസ് ലിയെയും നമുക്ക് കാണാം. എല്ലാവരും അവിടെ എത്തിയതിനു ശേഷം ദാമിയുടെ ഒരു ലൈവ് ഷോ ടെലികാസ്റ്റ് ചെയ്യാണ്. അതിൽ ദാമി പറയുന്ന കാര്യങ്ങൾ ഇതാണ്. അതായത് എൻ്റെ സ്വന്തം അഡാപ്റ്റീവ് ഫാദർ മിസ്റ്റർ ലീ ആണ് എൻ്റെ ജീവിതം ഇത്രയ്ക്ക് നശിപ്പിക്കാനായിട്ട് കാരണക്കാരൻ. എനിക്ക് പേടിയാവുന്നു, എനിക്ക് എത്രയും പെട്ടെന്ന് ഹെൽപ്പ് വേണം എന്നൊക്കെയാണ് ദാമി അതിൽ പറയുന്നത്. ശരിക്കും ദാമി പറയുന്ന കാര്യങ്ങളൊക്കെ ഇത് കേൾക്കുന്ന അവിടെയുള്ള ദാമിയുടെ ശത്രുക്കളെല്ലാവരും ആലോചിക്കുകയാണ്, ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇതൊന്നും സത്യമല്ലല്ലോ എന്നൊക്കെ പറയണം. കാരണം അവർക്കറിയാമല്ലോ സത്യാവസ്ഥ, അവർ എങ്ങനെ ജീവിച്ചിരുന്ന ആൾക്കാരാണെന്നുള്ളത് അവർക്കറിയായിരുന്നല്ലോ. പെട്ടെന്നാണ് ദാമി ക്യാമറയുടെ വേറൊരു സൈഡിലേക്ക് നോക്കിയിട്ട് അച്ഛൻ എന്നെ ഒന്നും ചെയ്യരുത് എന്ന് പറയുന്നത്. അതേ സമയത്ത് തന്നെ അവൾ ഷൂട്ട് ചെയ്യപ്പെടുകയും താഴെ വീഴുകയും ചെയ്യാണ്. ഷൂട്ട് ചെയ്ത സൗണ്ട് കേട്ടിടത്തേക്ക് എല്ലാവരും ഓടിച്ചെല്ലാണ്. അങ്ങനെ ഓടിച്ചെല്ലുമ്പോൾ കാണുന്നത് മിസ്റ്റർ ലീ അവിടെ വീണ് കിടക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഗണ്ണും ഉണ്ടായിരുന്നു. കൂടാതെ ദാമിയുടെ ബോബിൾ ക്യാപ്പും കുറച്ച് രക്തക്കറകളുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇത് കണ്ടിട്ട് എല്ലാവരും തന്നെ മിസ്റ്റർ ലീ ദാമിയെ ഷൂട്ട് ചെയ്തോ കൊന്നോ എന്നുള്ള ചിന്തകളാണ് എല്ലാവരുടെയും മനസ്സിൽ വരുന്നത്. ഇത് കണ്ട് മിസ്സസ് ലീ വളരെയധികം കരയാണ് അവിടെ ഇരുന്നുകൊണ്ട്. അടുത്ത സ്ഥലം ദോഹ്യുക്കിനെയാണ് കാണിക്കുന്നത്. അവനിപ്പോൾ പോലീസ് സ്റ്റേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ചെന്നിട്ട് ജിൻമോ പറഞ്ഞ രീതിയിൽ തന്നെ കങ്ങിനെതിരെ മൊഴി കൊടുക്കുകയാണ് ദോഹ്യുക്ക്. കങ്ങ് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ജിൻമോയെ അറ്റാക്ക് ചെയ്തത്. കൂടാതെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ ഓടിപ്പോയതും കങ്ങിനെ പിടിച്ചിട്ട് തന്നെയാണ്. ആ സമയത്താണ് ടി വിയിൽ ന്യൂസ് പ്ലേ ആവുന്നത്. ബോബിൾ ഇൻസിഡൻറ്റിലെ പെൺകുട്ടി വങ് ഡാമി സ്വന്തം അച്ഛൻ്റെ കൈകളാൽ തന്നെ മരണപ്പെട്ടു. പക്ഷേ ബോഡി ഇതുവരെ ലഭ്യമായിട്ടില്ല. മിസ്റ്റർ ലീയെ അറസ്റ്റ് ചെയ്തു എന്ന രീതിയിലായിരുന്നു ആ ഒരു വാർത്ത. ഇത് മിസ്റ്റർ ബങ്ങും കാണുന്നുണ്ട്. അദ്ദേഹം തൻ്റെ ആൾക്കാരോട് സ്കാർലറ്റ് ലെറ്ററിൻ്റെ പിന്നിലുള്ളത് ആരൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നും അവർ ചെയ്യുന്നതെന്നും കണ്ടുപിടിക്കാനായിട്ട് പറയാണ്. എല്ലാം തുടക്കം കുറിച്ചത് ആ ഒരു ചാനൽ ആയതുകൊണ്ട് തന്നെയാണ് അന്വേഷണം അവിടുന്ന് തന്നെ ആരംഭിക്കാമെന്ന് അദ്ദേഹം കരുതുന്നത്. അടുത്ത സീനിൽ മീഡിയയ്ക്ക് റിപ്പോർട്ട് കൊടുക്കുന്ന ഡിറ്റക്റ്റീവ് നാമിനെയും ബാക്കിയുള്ള പോലീസുകാരെയാണ് കാണുന്നത്. അവർ പറയാണ് മിസ്റ്റർ ലീയെ അതിന് മുന്നേ അറസ്റ്റ് ചെയ്ത സമയത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹം ഒരു ഗണ്ണ് മോഷ്ടിച്ചിരുന്നു. ആ ഗണ്ണ് കൊണ്ടാണ് ദാമിയെ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. കൂടാതെ മിസ്റ്റർ ലീയുടെ വീട് ഞങ്ങൾ സെർച്ച് ചെയ്തപ്പം അവിടുന്ന് ഡ്രഗ്സിൻ്റെ പാക്കറ്റ് കിട്ടി എന്നും കൂടെ പറയാണ്. സത്യത്തിൽ ദോഹ്യുക്കിനെ അന്വേഷിക്കാനാണെന്നും പറഞ്ഞ് മിസ്റ്റർ ലീയുടെ വീട് സെർച്ച് ചെയ്യാൻ വന്ന ഡിറ്റക്റ്റീവ് നാം തന്നെയായിരുന്നു ആ ഒരു ഡ്രഗ്സിൻ്റെ പാക്കറ്റ് അവരുടെ വീടിനുള്ളിൽ മിസ്സസ് ലീ കാണാതെ ഒളിപ്പിച്ചു വെച്ചത്. ന്യൂസിലൊക്കെ പ്ലേ ആവുന്നത് മിസ്റ്റർ ലീ വളരെ വലിയൊരു ഡ്രഗ് അഡിക്റ്റ് ആണെന്നും അദ്ദേഹം കഴിക്കുന്ന ഡ്രഗ് അനുസരിച്ച് സ്വഭാവം വളരെ വയലൻ്റായി മാറുന്ന രീതിയിലുള്ളതാണെന്നും ഒക്കെയാണ് ന്യൂസിൽ പറയുന്നത്. പിന്നീട് രാഹി ആ ഒരു സ്കാർലറ്റ് ലെറ്ററിൻ്റെ ആൾക്കാർക്ക് വാഗ്ദാനം ചെയ്തിരുന്ന ആ ഒരു പൈസ കൊടുക്കുകയാണ്. പിന്നീട് ചോദിക്കുകയാണ് ദാമിയുടെ അമ്മയാണ് ഞാനെന്ന കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ചോദിക്കുകയാണ്. അവർ പറയാണ് ഡോക്ടർ ചാ ഞങ്ങളുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരുന്നു എന്ന് പറയാണ്. ആ സമയത്ത് രാഹിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന യോങ്ജുവിൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കുന്ന വേറൊരാളെയും കൂടി നമുക്ക് കാണാം. ഈ സമയം സ്റ്റേഷനിൽ വെച്ച് മിസ്റ്റർ ലീയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരോരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും ഡ്രഗ്സ് എടുത്ത രീതിയിൽ ആകെ ആവശ്യ നിലയിൽ ഇരിക്കുകയാണ് മിസ്റ്റർ ലീ. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മിൻ എന്നൊരു പോലീസ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ ഒരു ഡൗട്ട് പറയാണ്. അതായത് മിസ്റ്റർ ലീ അങ്ങനെ ദാമീനെ കൊല്ലാനുള്ളൊരു സാധ്യതയൊന്നുമില്ല. കാരണം ആ ഒരു വീഡിയോ ലൈവ് ആയിരുന്നു. ആ ഒരു വീഡിയോയിൽ ഗൺഷോട്ട് കേട്ട അതേ സമയത്ത് തന്നെ എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി ചെന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദാമിയെ കൊന്നത് മിസ്റ്റർ ലീ ആണെങ്കിൽ തന്നെ ദാമിയുടെ ബോഡി ഒളിപ്പിക്കാനായിട്ട് അതിന് മാത്രം സമയമൊന്നും അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഇതിൻ്റെ പുറകിൽ മറ്റാരെങ്കിലും ആണെന്ന് തോന്നുന്നില്ലേ എന്നാണ് അയാൾ പറയുന്നത്. പക്ഷേ സാഹചര്യ തിരിവുകളൊക്കെ ഇപ്പം മിസ്റ്റർ ലീക്കെതിരാണെന്നും കൂടുതൽ ചേർന്ന് നീ അന്വേഷിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോലീസ് ഓഫീസറിനെ ഡിറ്റക്റ്റീവ് നാം തടയുകയാണ്. ഈ സമയത്ത് സ്റ്റേഷനിൽ നിന്ന് മിസ്റ്റർ ലീയെ അദ്ദേഹത്തിൻ്റെ ആൾക്കാരുപയോഗിച്ച് അവിടുന്ന് പുറത്തിറക്കുകയാണ് മിസ്റ്റർ ബാങ് എന്നിട്ട് മിസ്റ്റർ ലീയെ ചോദ്യം ചെയ്യാൻ തുടങ്ങുകയാണ്. അയാൾക്ക് ബോധം വരാനായിട്ട് എന്തോ ഒരു ഇഞ്ചക്ഷൻ കുത്തിവെക്കുന്നുണ്ടായിരുന്നു. എന്തിനാണ് നീ എൻ്റെ ദാമിയെ കൊന്നു കളഞ്ഞത് എന്നാണ് മിസ്റ്റർ ബാങ് ചോദിക്കുന്നത്. അത് നടന്ന സമയത്ത് മിസ്റ്റർ ലീക്ക് ബോധമില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചതായിട്ട് പോലും അദ്ദേഹത്തിന് ഓർമ്മയില്ലായിരുന്നു. ദാമി മരിച്ചു എന്ന് കേട്ടിട്ട് അവിടെ കിടന്ന് വളരെയധികം സങ്കടപ്പെട്ട് കരയാണ് മിസ്റ്റർ ലീ. മിസ്റ്റർ ബാങ്ങിൻ്റെ ആൾക്കാർ ലീ അവിടുന്ന് കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ദേഹത്തുണ്ടായിരുന്ന ആ ഒരു ടാറ്റു മിസ്റ്റർ ബാങ് ശ്രദ്ധിക്കുകയാണ്. അടുത്ത സീനിൽ പ്രഗ്നൻസി ടെസ്റ്റ് എടുത്തിട്ട് നിൽക്കുന്ന ഡോക്ടർ ചായയാണ് കാണിക്കുന്നത്. അതിൽ നെഗറ്റീവായിരുന്നു കാണിച്ചിരുന്നത്. അതായത് താൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം ഡോക്ടർ ചാ മിസ്റ്റർ ബാങ്ങിനോട് കള്ളം പറഞ്ഞതായിരുന്നു എന്നാണ്. അതേസമയം തന്നെ അവിടേക്ക് രാഹി വരികയാണ്. ദാമിയുടെ ഫേക്ക് പ്രഗ്നൻസി റിപ്പോർട്ട്സ് മിസ്റ്റർ ബാങ്ങിന് കൊടുത്ത കാര്യം പറഞ്ഞുകൊണ്ട് രാഹി അവിടെ കിടന്ന് വളരെയധികം ദേഷ്യപ്പെടുകയാണ്. നമ്മൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത അത്രയധികം സ്വത്തുള്ള ആളാണ് അയാൾ.
ഇതെല്ലാം കൂടെ ഒറ്റക്കെടുക്കാനായിട്ടാണോ നീ എനിക്കിട്ട് പണിയാൻ വരുന്നത്? ഒന്ന് ഷെയർ ചെയ്യാനുള്ള മനസ്സ് പോലും നിനക്ക് തോന്നുന്നില്ലേ? എന്തിനാണ് നീ ദാമിയെപ്പറ്റി ആരോ ഫേക്ക് റിപ്പോർട്ട്സ് ഉണ്ടാക്കിയത്? ഈ സമയം ഡോക്ടർ ചാ പറയാണ്, നീ ഒട്ടും മോശമല്ലല്ലോ. നിൻ്റെ പ്രോജക്റ്റിന് നിൻ്റെ ഡ്രാമയ്ക്ക് ഫണ്ട് കിട്ടാനായിട്ടല്ലേ നീ നിൻ്റെ മോളെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? നിൻ്റെ കരിയർ ഒരു കോട്ടവും തട്ടാതിരിക്കാനായിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത്? ഇത്രയും ക്രൂരതയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഈ സമയം രാഹിയ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് എടുത്ത് കാണിക്കുകയാണ്. രാഹിയ അത് ഡസ്റ്റ്ബിന്നിൽ നിന്ന് ഡോക്ടർ ചാ കളഞ്ഞത് എടുത്തതായിരുന്നു. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു നീ കള്ളം പറഞ്ഞതായിരുന്നു എന്ന്. ഇപ്പോൾ അത് ബോധ്യമായി. ഈ സമയം വീട്ടിലേക്ക് വന്ന മിസ്റ്റർ ബങ്ങിനെ കാണാനായിട്ട് മിസ്സസ് ലീ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ വന്നിട്ട് മിസ്റ്റർ ലീയുടെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. അവിടെ നടന്നത് ഒക്കെ കള്ളമാണ്. ആരൊക്കെയോ ദാമിയെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചതാവാനാണ് സാധ്യത. ദാമിയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. അവൾക്കൊന്നും പറ്റിയിട്ടില്ലെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കൂടാതെ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ഒരു വ്യക്തിയേ അല്ല. ആ വന്ന ന്യൂസൊക്കെ ഫേക്കാണ്. കൂടെ തന്നെ 3 ഡിഫറെൻറ്റ് ഹോസ്പിറ്റലിലെ റിപ്പോർട്ട്സ് മിസ്റ്റർ ബങ്ങിന് മിസ്സസ് ലീ കാണിക്കുന്നുണ്ട്. അതിൽ 3ഉം ദാമിയുടെ പ്രഗ്നൻസിയുടെ ആ ഒരു കാര്യം നെഗറ്റീവായിരുന്നു കാണിച്ചിരുന്നത്. കൂടാതെ മിസ്സസ് ലീ ഇപ്പം തൻ്റെ ശരീരത്തുള്ള ആ ഒരു ടാറ്റു കൂടി മിസ്റ്റർ ബങ്ങിനെ കാണിച്ചു കൊടുക്കുകയാണ്. ആ ഒരു സർജറി ചെയ്ത പാട് കാരണം അവൾ ഒറ്റപ്പെടാതിരിക്കാനായിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും ഈ ഒരു ടാറ്റു ചെയ്ത് അവളെ കുഞ്ഞിലെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നത്. അത്രയധികം ഞങ്ങൾ അവളെ സ്നേഹിച്ചിരുന്നു. ഞങ്ങൾ എന്തിനാണ് അവളോട് അങ്ങനെ ഉപദ്രവങ്ങൾ ചെയ്യുന്നത്? ആ ഒരു പാട് കണ്ട സമയത്ത് മിസ്റ്റർ ബങ് മിസ്റ്റർ ലീയുടെ ദേഹത്ത് കണ്ടിരുന്ന ആ ഒരു പാടിൻ്റെ കാര്യം ഓർക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ബോധ്യമാവുന്നുണ്ടായിരുന്നെങ്കിലും കാര്യങ്ങളൊക്കെ മൊത്തത്തിലങ്ങ് വിശ്വസിക്കാനായിട്ട് അദ്ദേഹത്തിന് മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ ഈ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റുള്ളവർ എന്തിന് കള്ളം പറയണം എന്നാണ് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത്. മറ്റുള്ളവർ എന്തിനാണ് എൻ്റെ മോളെപ്പറ്റി കള്ളം പറയുന്നതും ഫേക്ക് ന്യൂസ് പുറത്തുവിടുന്നതെന്നും എനിക്കറിയില്ല. പക്ഷേ അവരുടെ ആവശ്യം ഇതാണ്. അതായത് ദാമി ഈ ലോകത്ത് നിന്ന് തന്നെ എന്നേക്കുമായി ഇല്ലാതാവണം എന്നായിരിക്കും അവരുടെ ആഗ്രഹം എന്നാണ് മിസ്സസ് ലീ പറയുന്നത്. ഈ സമയം മിസ്റ്റർ ബങ്ങിൻ്റെ ആൾക്കാർ സ്കാർലറ്റ് ലെറ്ററിലെ യോങ്ജുയുടെ ഡീറ്റെയിൽസ് കൊണ്ട് കൊടുക്കുകയാണ്. 5 ക്രിമിനൽ റെക്കോർഡ്സുള്ള ഒരു ക്രിമിനലാണ് യോങ്ജു എന്നും കൂടി പറയുകയാണ്. കൂടാതെ യോങ്ജുവിനെ പറ്റി അന്വേഷിക്കണം എന്ന് പറഞ്ഞതിനെ തുടർന്ന് അയാളെ ഫോളോ ചെയ്തെന്ന ആൾക്കാരെടുത്ത ഫോട്ടോസ് മിസ്റ്റർ ബങ്ങിനെ കാണിക്കുകയാണ്. അതിലൊന്നിൽ രാഹിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്ന യോങ്ജുവിനെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണാമായിരുന്നു. ഇതും കൂടെ കാണുന്ന അദ്ദേഹത്തിന് വല്ലാണ്ട് കലിയാളുകയാണ്. എത്രയും പെട്ടെന്ന് ഈ ഒരു ക്രിമിനലിനെ എൻ്റെ മുന്നിലെത്തിക്കണം എന്ന് പറഞ്ഞിട്ട് യോങ്ജുവിനെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കണം എന്ന് മിസ്റ്റർ ബാങ് പറയാണ്. അദ്ദേഹത്തിൻ്റെ ആൾക്കാർ ഏതോ ഒരു ബാറിൽ ചെന്നിട്ട് യോങ്ജുവിനെ പിടിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അങ്ങനെ യോങ്ജുവിനെ കാണാനായിട്ട് പോകുന്ന ചെയർമാൻ ബങ്ങിനെയും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് തീരുകയാണ്. അദ്ദേഹം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ യോങ്ജുവിനെ കാണാനായിട്ട് പുറപ്പെടുന്ന മിസ്റ്റർ ബാങ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എൻ്റെ കൊച്ചുമകൾ ദാമിയുടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാരായ ഒരാളെയും ഞാൻ വെറുതെ വിടില്ല. അതിന് ആരാണെങ്കിലും തന്നെ അവർ ഈ ലോകത്തു നിന്ന് തന്നെ ഞാൻ ഇല്ലാതാക്കുന്നതാണ് എന്ന് മനസ്സിൽ ഒരു പ്രതിജ്ഞ പോലെ മിസ്റ്റർ ബാങ് എടുക്കുകയാണ്. സ്വന്തം കൊച്ചുമകൾക്ക് അദ്ദേഹം കൊടുക്കുന്ന ഒരു വാക്ക് പോലെയായിരുന്നു ആ ഒരു പ്രതിജ്ഞ. ഈ ഒരു സമയം നമുക്ക് മനസ്സിലാക്കാം ദാമി തികച്ചും നിഷ്കളങ്കയാണ് എന്നൊരു കാര്യം മിസ്റ്റർ ബാങ് പൂർണ്ണമായിട്ടും അംഗീകരിച്ചിരിക്കുകയാണ്. അവൾക്ക് നീതി വാങ്ങിച്ചു കൊടുത്തേ തീരൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മിസ്റ്റർ ബാങ് ഇവിടെ ഇറങ്ങി പുറപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. കൂടാതെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.